വാർദ്ധക്യം കുറ്റമല്ല, അത് ആദ്യമേ ഞങ്ങൾ പറഞ്ഞു. അല്ലാതെ മക്കളെന്നുള്ളത് തന്നെ നമ്മൾ അവരെ ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് പിഴിഞ്ഞ് ജീവിക്കുന്നു. നമുക്ക് പിന്നെ പൈസ കൂട്ടി വെക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ മോർഗേജ് അടഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഇത് അടഞ്ഞു, എന്തിന് ഞാൻ ജീവിക്കണം, എന്താണ് എൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ്. ബട്ട് തിങ്ക് ദ അതർ വേ. അവരുടെ തലയെ കിടക്കുന്ന മൊത്തം അവർ 10-60 വർഷം ഉണ്ടാക്കിയ അറിവും അവരുടെ സ്കില്ലുകളുമാണ്. അതിൽ നിന്നൊരു സന്തോഷം കിട്ടത്തില്ലേ, നമ്മളെ മറ്റുള്ളവർ റെക്കഗ്നൈസ് ചെയ്യുന്നു, നമ്മൾ അവർക്ക് കൊടുക്കുന്നു. രാവിലെ പതിന് മോളുടെ വിളിക്ക് വെയിറ്റ് ചെയ്യുക, മോള് കാനഡയിൽ നിന്നെ വിളിക്കണം. ആ ഒരു ഹാപ്പിനെസ്, ആ ചെറിയ ഹാപ്പിനെസ് മതി നമ്മളെ മുന്നോട്ട് ജീവിക്കാനായിട്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും ഹോം ഡൊമസ്റ്റിക് വയലൻസിന് കീഴിൽ വരുന്ന കാര്യങ്ങളല്ല, ഡിമെൻഷ്യയാണ്. ഞങ്ങളുടെ ടോപ്പിക്കുകളെല്ലാം അല്പം ഓടായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ടോപ്പിക്കുകളായിരിക്കാം. ഇപ്പം ഞങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക മാതാപിതാക്കളും അവരൊറ്റയ്ക്കാണ്. ഒത്തിരിയേറെ കൂട്ടുകാരുടെയും ഞങ്ങളുടെ ബന്ധുക്കാരുടെയും ഒക്കെ അപ്പനും അമ്മമാരും ഇവിടെ വന്നു പോകുന്നുണ്ട്. അപ്പനും അമ്മയ്ക്കും മക്കളെ രണ്ടുപേരെയും കൊടുത്തിട്ട് മക്കള് രണ്ടും പറക്കുവാണ് ജോലി എന്നും പറഞ്ഞിട്ട്. ഇയാൾ അവസാനം ഈ മറ്റേ ഇറച്ചി മീറ്റ് ക്ലോവർ എന്ന് പറയും, ഇറച്ചി സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തിയുണ്ട്. ആ കത്തി കൊണ്ട് മരുമോനെ കുത്തിക്കൊല്ലാൻ ശ്രമിക്കുന്നു. ഇത് ഓർക്കണം, നാട്ടിൽ നിന്ന് ഇവിടെ വിസിറ്റിന് വന്നൊരു അപ്പച്ചൻ്റെ കാര്യം ഈ പറയുന്നത്. നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷേ ഇപ്പം പണ്ട് ബുദ്ധനൊക്കെ പറഞ്ഞ മോഹമാണ് എല്ലാത്തിൻ്റെയും കാരണം എന്ന് പറയും. വാർദ്ധക്യമായി എന്നുള്ളത് മാതാപിതാക്കന്മാർക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇത് അത്ര ക്രൂരത നിറഞ്ഞൊരു ജീവിതത്തിലൂടെയാണ് ഇപ്പം വാർദ്ധക്യം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ വാർദ്ധക്യം ഒരു കുറ്റമല്ല, അത് ആദ്യമേ ഞങ്ങൾ പറഞ്ഞു. വാർദ്ധക്യം ഒരു കുറ്റമല്ല, അതൊരു ആരുടെയും ശാപമല്ല. പക്ഷെ അവരുടെ ജീവിതം ജീവിക്കാൻ വിടേണ്ടത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ മക്കളെന്നുള്ളത് തന്നെ നമ്മൾ അവരെ ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് പിഴിഞ്ഞ് ജീവിക്കും. മറ്റേ ജാപ്പനീസിന്റെ ഒരു തത്വം ഉണ്ടല്ലോ, ഇക്കിഗായി. അത് വളരെ ഒരു നല്ല സംഭവമാണ്. ഞാനിപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ അത് അറിഞ്ഞത്. നമ്മുടെ വാർദ്ധക്യത്തിന്, നമ്മുടെ ഒരു റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ എന്തിനും ജീവിക്കണം, നമ്മുടെ ഹോപ്പ് എന്താണ്. നമുക്ക് പിന്നെ പൈസ കൂട്ടി വെക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ മോർഗേജ് അടഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഇത് അടഞ്ഞു, നമുക്ക് ലൈസൻസിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു, നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇനി ജീവിക്കാൻ എന്തെങ്കിലും ഒരു മോട്ടീവ് വേണ്ടേ? നമുക്ക് മരണം വരെ നല്ല രീതിയിൽ ജീവിക്കണ്ടേ? അതെങ്ങനെ ജീവിക്കാം? അതിന് നമുക്ക് ഒരു ഹോപ്പ് വേണം. നിങ്ങൾക്ക് ഇന്ന് രാവിലെ എഴുന്നേക്കാനുള്ള കാരണം, എന്തിന് ഞാൻ ജീവിക്കണം, എന്താണ് എൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഞാൻ എന്തിനാണ് മുമ്പേ പറഞ്ഞ പോലെ ക്വാളിറ്റി ഓഫ് ലൈഫ് ആണോ ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് ആണോ, എനിക്ക് 20 വർഷം ജീവിക്കുകയാണോ വേണ്ടത്, അതോ 10 വർഷം എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കണം. എന്ന് പറഞ്ഞ പോലെ വ്ളോഗുകൾ, അത് ഈ പ്രായമായ ആൾക്കാരുടെ വ്ളോഗിനൊക്കെ ഒരുപാട് മാർക്കറ്റിംഗ് ഉണ്ട്. ഒത്തിരി വ്യൂസ് ലൈഫിലെ മൊത്തം കാര്യങ്ങളല്ലേ അവർ പറയുന്നത്. അത്ര എക്സ്പീരിയൻസ് ആണ്, ജീവിതത്തിന്റെ മൊത്തം എക്സ്പീരിയൻസ് കിടക്കുക. അവർക്ക് പറയാൻ ഒത്തിരി ഉണ്ട്, ചെയ്യാൻ ഒത്തിരി ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇവരെ ഒരിടത്ത് ഉപയോഗിക്കില്ല. ഒരു വോളണ്ടിയർ ആയിട്ട് കൂടി പ്രായമുള്ള ഒരു സ്ത്രീ, ഒരു അപ്പച്ചനെ നമ്മൾ ഒരിടത്ത് കൊണ്ടിരുത്തില്ല. എന്തുകൊണ്ടാണ്? ബാധ്യതയാണത്രേ. അതായത് ആ വൈബ് ശരിയാണെന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് തിങ്ക് ദ അതർ വേ. അവരുടെ തലയെ കിടക്കുന്ന മൊത്തം അവർ 10-60 വർഷം ഉണ്ടാക്കിയ അറിവും അവരുടെ സ്കില്ലുകളുമാണ്. അത് ഉപയോഗിക്കാൻ ആരും തയ്യാറില്ല. ഇവരുടെ ഭാവം കൊണ്ട് കേട്ടോ, പ്രായമായ എല്ലാം അറിയുന്ന ഞാനെന്നുള്ള ഭാവം കൊണ്ട് സ്കില്ല് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇപ്പൊ കുക്കിംഗ് അല്ലെങ്കിൽ ആർട്ട്, അത് മെയിനായിട്ട് ജോബായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അരി വേവത്തില്ല എന്നുള്ളതുകൊണ്ട് നമ്മളത് വേദനയോടുകൂടി ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഒരു പ്രൊഫഷൻ കയറി നമ്മൾ റിട്ടയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ സ്കില്ല്, അപ്പോൾ പിന്നെ ആ ഒരു സമയം നമുക്ക് ആ സ്കില്ലിന് വേണ്ടി ഉപയോഗിച്ചുകൂടെ? അല്ലെങ്കിൽ അതിൽ നിന്നൊരു സന്തോഷം കിട്ടത്തില്ലേ, നമ്മളെ മറ്റുള്ളവർ റെക്കഗ്നൈസ് ചെയ്യുന്നു, നമ്മൾ അവർക്ക് കൊടുക്കുന്നു. ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഫിനാൻഷ്യൽ ഗെയിൻ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. യുവർ പാഷൻ ഈസ് മേക്കിംഗ് യു സപ്പോർട്ട്. റെക്കഗ്നിഷൻ, അതായത് മറ്റുള്ളവർ നമ്മളെ തിരിച്ചറിയുന്നു. നമുക്കൊരു ചെറിയൊരു സന്തോഷം ഏതെങ്കിലും ഒരു മേഖലയിൽ കിട്ടുവാണെങ്കിൽ അതല്ലേ അന്നത്തെ ദിവസം എന്താ പറയാ സായുജ്യമായി പറയത്തില്ലേ, ആ ദിവസം വർത്തായി. എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കും. മറ്റേ ഇപ്പോഴത്തെ ജീവിതത്തിനകത്തെ അപ്പച്ചനെ അമ്മയുടെ അയ്യോ ഇന്ന് മോള് വിളിച്ചില്ല, രാവിലെ പതിന് മോളുടെ വിളിക്ക് വെയിറ്റ് ചെയ്യുക, മോള് കാനഡയിൽ നിന്നെ വിളിക്കണം, അതിന് രാത്രി ടൈമിംഗ് ഒക്കെ വെച്ച് എഴുതിയിട്ടിരുന്ന് വിളിക്കുന്നു അവരുടെ പകൽ സമയത്ത് കിട്ടാൻ വേണ്ടി. മോള് വിളിച്ചില്ല, എന്തോ കാരണം കൊണ്ട് വിളിച്ചില്ല, ജീവിതം ഡൗണാ. പിന്നെ കുറ്റമായി, കുറച്ചിലായി, പിറ്റേ ദിവസം വിളിച്ചു കഴിഞ്ഞാൽ കരച്ചിലായി, എന്നാ എന്നെ വിളിക്കാത്ത. അത് ശരി, അതൊരു പാട്ടാണ്. പക്ഷെ വേറൊരു പാട്ടാണ്, ഇപ്പം എൻ്റെ മമ്മിയാണെങ്കിൽ കൃഷി ചെയ്യുന്നു, അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം ഇത്ര നാളും പപ്പ മരിച്ചതിന് ശേഷം മമ്മി അത് ചെയ്യുന്നു. അതിനകത്ത് എന്തൊക്കെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും ആ സംഭവം അത് ഞാൻ ചെയ്തെടുത്തു, അതിനുള്ള കഴിവ് എനിക്കുണ്ടല്ലോ, അത് ഞാൻ അങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്തല്ലോ, ആളെ വെച്ച് ഇന്ന് നശിപ്പിക്കാതെ ചെയ്തെടുത്തല്ലോ എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. സെൽഫ് വർത്താണ്. പുള്ളിയുടെ വാല്യൂ സ്വയം തിരിച്ചറിയുവാണ്, ഇതൊക്കെ എനിക്ക് ചെയ്യാമായിരുന്നു, അത് എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഉറവും എനിക്കില്ല. അപ്പം ആ ഹാപ്പിനെസ്, ആ ചെറിയ ഹാപ്പിനെസ് മതി നമ്മളെ മുന്നോട്ട് ജീവിക്കാനായിട്ട്. നമ്മൾ ഓരോ മാതാപിതാക്കളെ ഓരോ കെയർ പ്ലാൻ ആയിട്ട് കാണണം. കെയർ പ്ലാൻ എന്ന് പറയുന്നത് നഴ്സുമാർക്കട്ടെ മനസ്സിലാവത്തുള്ളൂ.
ഇപ്പം ഞങ്ങൾക്കൊരു പേഷ്യന്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അവരുടെ പേഴ്സണാലിറ്റി വെച്ചിട്ട് ഒരു കെയർ പ്ലാൻ ഇടും. അവരോട് ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. പിന്നെ പറയാം, നമുക്ക് 2 മക്കളാണെങ്കിൽ 2 മക്കളെ നമുക്ക് ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ മക്കൾക്കും ഓരോ രീതി പറഞ്ഞാലാണ് അവർക്ക് മനസ്സിലാവത്തുള്ളൂ. അതുപോലെ തന്നെ പേരൻസ് എല്ലാ മനുഷ്യരോടും അങ്ങനെയാണ്. ഹസ്ബൻഡുമാരും നമ്മളും എല്ലാവരും വ്യത്യസ്തരാണ്. ഈ കെയർ പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് കുറച്ച് കണ്ടായിട്ട് പറയുന്നത് കേട്ടോ. കെയർ പ്ലാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് യു ഷുഡ് നോ ദ പേഴ്സൺ സെൻറ്റേഡ് എന്ന് പറയും. നിങ്ങൾ ആ ആളെ അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ അവരോട് എങ്ങനെ പെരുമാറണമെന്നും വർത്തമാനം പറയണമെന്നും പെരുമാറണമെന്നും അവരുടെ റിയാക്ഷൻസിനെ നിങ്ങൾ എങ്ങനെ ഏത് ഗേജ് വരെ അളക്കണമെന്നൊക്കെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടെങ്കിൽ, അതായത് ഇഷ്ടപ്പെടണമെന്ന് ഞങ്ങൾ പറയത്തില്ല, നിങ്ങളിത് ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആകുലപ്പെടുന്ന മനുഷ്യനാണെങ്കിൽ, ഞാൻ ഭയങ്കരമായിട്ട് അകലപ്പെടുന്ന മനുഷ്യ സ്ത്രീയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. പക്ഷേ എൻ്റെ വീട്ടുകാരുടെ കാര്യം ഞാൻ പറയട്ടെ, അത് വേറെ ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. എൽസയുടെ കാര്യം പറഞ്ഞ പോലെ അല്ല എൻ്റെ വീട്ടിലെ കാര്യം. അതുകൊണ്ട് തന്നെയാണ് അത് കൂടുതൽ എനിക്ക് വേറൊരു ആംഗിളിലുള്ളതാണ്. എൻ്റെ അമ്മയുടെ കൺസെപ്റ്റ് ആയിക്കോട്ടെ, അവർ ഇപ്പോഴേ അസിസ്റ്റഡ് ലിവിങ്ങിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന, അത് സെർച്ച് ചെയ്യുന്ന ഒരാളാണ്, ഇച്ചിരിയുടെ ലോകം കാണുന്ന, സ്വയം യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു പേഴ്സണാലിറ്റിയാണ്. ഓരോരുത്തരുടെയും ജീവിതങ്ങൾ കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഉൾക്കാഴ്ചകൾ ഉണ്ടാകുന്നത്. വേറൊരാളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ കേൾക്കും. ഞങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നത് ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞു പോയ കാര്യങ്ങൾക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഉണ്ടായി കാണും, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വേറെ രീതി ചിന്തിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനകത്ത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആകുലതകൾ, നിങ്ങൾ എന്തുകൊണ്ട് ടെൻഷൻ അടിക്കുന്നത്, എന്താണ് നിങ്ങൾ പേരൻറ്റിങ്ങിനെ നാളെ ഒരു പേരൻസിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന, ആൻഡ് ആസ് എ പ്രവാസി നിങ്ങളൊരു ഒരു എക്സ്പാറ്റായിട്ട് നിന്നുകൊണ്ട് നിങ്ങളുടെ നാട്ടിലുള്ള പേരൻസിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ പേടിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങളത് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടൊരു ഗുണം കാണും. നിങ്ങളുടെ ഇപ്പം പ്രായമാവുന്നവരിലുണ്ടാവുന്ന ഡിമെൻഷ്യ നമ്മുടെ നാട്ടിൽ ഇപ്പം ഒരുപാട് കൂടി വരുന്നുണ്ട്. അതിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യാം? ഇപ്പം എനിക്ക് ഇവിടെയുള്ള ഒരു ഇൻസിഡൻറ്റ് പറയുവാണെങ്കിൽ തന്നെ, അവരുടെ കൂടെ ഒരു 2-3 വർഷം ജീവിച്ച് എപ്പം മരിക്കും, അതല്ലേ എപ്പം എന്നെ കൊല്ലാൻ വേണ്ടി എപ്പോൾ വേണമെങ്കിലും ചാൻസ് ഉണ്ട്, എന്നിട്ടും എനിക്ക് ആളെ വിടാൻ പറ്റത്തില്ല. കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രേമിച്ചു തുടങ്ങിയതാ, സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രേമിച്ചല്ലേ. അപ്പൊ അങ്ങനെ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും എന്നിട്ട് മോള് പറയും, മോൾക്ക് കൂടെ നിൽക്കാനൊന്നും പറ്റത്തില്ലല്ലോ, മോള് പറയാണ്, നീ എല്ലാ ദിവസവും അമ്മ എന്നെ ഒരു 8 മണിയാകുമ്പോൾ വിളിക്കണം. അങ്ങനെ വിളിച്ചില്ലെങ്കിൽ ഞാൻ ഉടനെ പോലീസിനെ വിളിക്കും, കാരണം അമ്മയ്ക്ക് എന്തോ അപകടം പറ്റുന്നതാണ്. ഈ ഡിമെൻഷ്യ വന്നു കഴിഞ്ഞപ്പം ഓൾട്ടർ ആയിപ്പോയി. അതായത് ഈ ഭാര്യയാണ് ഏറ്റവും വലിയ ശത്രു. പക്ഷെ എന്നോർത്ത് ഭാര്യയ്ക്ക് ഉപദ്രവിക്കുകയാണ്, കൊല്ലാൻ ശ്രമിക്കുന്നു, ഉപദ്രവിക്കുന്നു, അടിക്കുന്നു, ഇടിക്കുന്നു. അതൊന്നും ഇവിടെ നോർമലി കേൾക്കാൻ പറ്റുന്ന കാര്യമേ ഇല്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും ഡൊമസ്റ്റിക് വയലൻസിന് കീഴിൽ വരുന്ന കാര്യങ്ങളല്ല, ഡിമെൻഷ്യയാണ്. നമ്മൾ പറയല്ലേ പണ്ട്, ഇവന് സർട്ടിഫിക്കറ്റ് ഉള്ള വട്ടറ ഇവൻ എന്ത് വേണം ചെയ്യാവുന്ന, അതുപോലത്തെ അവസ്ഥയാണ് ഇവിടെ ഡിമെൻഷ്യ. നമ്മൾ നാട്ടിലാണെങ്കിൽ ഒരു സ്റ്റാഫിനെ കൊണ്ട് നിർത്തിയാൽ തന്നെ അവരെത്ര ആൾ നിൽക്കും, നമ്മളെവിടെ കൊണ്ട് നിർത്തും? സൈക്കാട്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെയൊക്കെ പെട്ടെന്ന് കൊണ്ട് അഡ്മിറ്റ് ആക്കാൻ പറ്റുമോ? ഒരുപാട് രീതിയിൽ വെർസറ്റൈൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ജനറേഷൻ. ഒരു കാര്യം മാത്രമാണ്, ഇഷ്ടം പോലെ കിടക്കുന്നു. ഈ മൈച്ച പറഞ്ഞ പോലെ സെക്ഷൽ നീഡ്സ് തേടി പോകുന്ന അപ്പന്മാര്, അവരെ എങ്ങനെ അമ്മമാരുടെ കാര്യം ഇതുവരെ നമ്മൾ കേട്ടില്ല. അപ്പന്മാരുടെ കാര്യം വളരെ വളരെ ക്രൂഷ്യലായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നാണക്കേടും ഞങ്ങളുടെ അപ്പൻ അങ്ങനെ വല്ലതൊക്കെ തോന്നും. ബേസിക്കലി എല്ലായിടത്തും ഇതൊക്കെ നടക്കുന്നുണ്ട്. കൂടുതൽ സംസാരിക്കണം എന്നുണ്ട്. നിങ്ങൾക്ക് ഈ ടോപ്പിക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ വീണ്ടും പറ. ഞങ്ങൾ കൂടുതൽ കമന്റുകൾക്കകത്ത് കിട്ടുന്ന ഞങ്ങളുടെ കമന്റുകൾ പോലെ നിങ്ങളുടെ അനുഭവങ്ങളും പറ കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫാമിലി. ഞങ്ങൾക്ക് എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിട്ടാണ് ഞങ്ങൾക്ക് ഈ വ്ലോഗ് ഫീൽ ചെയ്യുന്നത്. ഞങ്ങൾക്ക് വർത്താനം പറയാനൊക്കെ പറയാൻ പറ്റുന്നുണ്ട്. ഒത്തിരിയേറെ ആൾക്കാർ, ഇപ്പം ലൈജി, ബിനി, സിനോജ്, അത് ഒത്തിരി ആൾക്കാർ ഞങ്ങളെ വിളിക്കുന്നുണ്ട്. സന്തോഷമുണ്ട്, വിളിക്കുന്നതിനകത്ത് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം സദാമിൻ്റെ നിന്ന് വിളിച്ച്, പുള്ളിക്കാരുടെ പേര് ഞാൻ മറന്നുപോയി, പുള്ളിക്കാരി വിളിച്ച് ഭയങ്കര കാര്യമായിട്ട് വർത്താനം പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മളങ്ങനെ ഒരു സെലിബ്രിറ്റി ഒന്നും അല്ല, ഞങ്ങളൊരു സാധാരണ വ്ളോഗേഴ്സ് മാത്രമാണ്. വെറും 10K ഫോളോവേഴ്സ് ഉള്ള സാധാരണ വ്ളോഗേഴ്സ്. ഞങ്ങളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും ഉള്ള ആൾക്കാരല്ല. യു ക്യാൻ കോൺടാക്ട് അസ് അറ്റ് എനി ടൈം. ഞങ്ങളുടെ നമ്പറുകളും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാർദ്ധക്യം പുതുതായിട്ടുള്ള സംഭവമല്ല, അതൊരു കുറ്റമല്ല. പക്ഷേ നമ്മളെ മാറിയ കാലത്ത് ഇപ്പോഴത്തെ പുതുതലമുറ വാർദ്ധക്യം ഈ സംതിങ് ഡിഫറെൻറ്റ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. കമൻറ്റുകൾക്കകത്ത് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.